ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയൊരു ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ജിസ്ജോയുടെ പടമാണ്. ആസിഫ് അലി അതുപോലെ തന്നെ ബിജു മേനോനൊക്കെ അഭിനയിക്കുന്ന തലവൻ എന്നാണ് സിനിമയുടെ പേര്. പോലീസിന്റെ ഇതിനകത്ത് ഇപ്പൊ ഈ തണ്ണീര് കൊടുത്തേക്കുന്ന ഫോട്ടോ പോലീസിന്റെ ഒക്കെയാണ്. നമ്മൾ നേരത്തെ ഇതിന്റെ കുറച്ച് ക്ലിപ്സ് എന്നല്ല, ഇതിന്റെ ഇമേജ് ഒക്കെ കണ്ടതാണ്. അപ്പൊ ജിസ്ജോയുടെ പടം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഫീൽ ഗുഡ് മൂവീസ് ആണ്. ഇപ്പൊ നമുക്കറിയാം വിജയ് സൂപ്പറും പൗർണമിയും പിന്നെ സൺഡേ ഹോളിയുടെ അദ്ദേഹത്തിന്റെ നല്ല ഒരു ഒഴുക്ക് രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നല്ല ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അത് രണ്ടും നല്ല അത്യാവശ്യം വിജയിച്ച പടവുമാണ്. അപ്പം ഇത് ഫീൽ ഗുഡ് ആണോ നമുക്ക് അറിയത്തില്ല. ഇനി പുള്ളി എല്ലാം മാറ്റിപ്പിടിച്ച് വേറെ ത്രില്ലർ വല്ലതും ആണോ എന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇതിനകത്തെ പോലീസിന്റെ വേഷമൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ടീസർ കണ്ടു നോക്കാം. അത് വെച്ചു എന്റെ മോഹം മാത്രം. ഇപ്പൊ ഇവിടത്തെ എസ് എച്ച് ഞാനാ. എന്നാ നിന്നെ സാറേന്ന് ഉണ്ടാക്കട. അതേടാ തലവനാ. സംഭവം ഇത് വേറെ എന്തോ ഒരു എനിക്ക് ഈഗോ ക്ലാഷ് പോലൊക്കെ തോന്നുന്നു. വെച്ചാല് ബിജു മേനോനും ആസിഫ് അലിയും തമ്മിലുള്ള ഈ ഈഗോ പരിപാടിയൊക്കെയാണ് തോന്നുന്നത്. ഇതിനകത്തെ ടീച്ചറിനകത്ത് അങ്ങനെ നമുക്ക് തോന്നിയത്. പിന്നെ ഒരു ത്രില്ലർ മൂഡാണ് പടം. ഇതിനകത്തെ ആ ഒരു വിഷ്വലൊക്കെ കാണിച്ചേക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. അപ്പം ജിസ്ജോയി പുള്ളിയുടെ സിനിമകളിലല്ലേ ഒരു ഇച്ചിരി ഒന്ന് മാറ്റിപ്പിടിച്ച രീതിയിലാണ് നമുക്കിത് തോന്നുന്നത്. അതെ, അപ്പൊ ത്രില്ലർ പടമായിരിക്കാം. അപ്പം അദ്ദേഹം അങ്ങനെ ഒരു പടം ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ കാണും. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പടങ്ങൾ എടുത്ത ഒരാൾ അതിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. വെച്ചാൽ എനിക്ക് കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. ബിജു മേനോൻ ആണെങ്കിലും അദ്ദേഹം ഇപ്പൊ തിരഞ്ഞെടുക്കുന്ന പടങ്ങളെല്ലാം കിടിലം പടങ്ങളാണ്. പിന്നെ ആസിഫ് അലിക്ക് നമുക്കറിയാം നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ സൺഡേ ഹോളിഡേ ഈ രണ്ട് പടം പുള്ളി തന്നെ ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള നല്ല ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ആസിഫ് അലി എന്നുള്ള ആളെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നല്ലൊരു ആക്ടറാണ്. അപ്പൊ ഈ രണ്ടുപേരുടെയും കോംബോയാണ് നമുക്കിനി കൂടുതൽ കാണാനത് കാത്തിരിക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ട്രെയിലർ നമുക്കിനി ഉടനെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.